എന്താ എന്തോ നോക്കണം നിനക്ക്? പോവാ. എടാ എന്തോ നാടാ അവിടെ? എടാ നിന്നോടാ ചോദിച്ചത്. ഞാൻ ഈ കർക്കിടകത്തിനെ വലിച്ചൂരി കടലിലെറിയാൻ പറ്റുമോ നോക്കുകയായിരുന്നു. നല്ല കാര്യം, ഊരിക്കണം. നിന്റെയൊക്കെ തന്തമാരും എന്നെ ഊരി കുറെ ഉണ്ടാക്കി. തന്തയ്ക്ക് പറയരുത്. പറഞ്ഞാൽ നീ എന്തോ ചെയ്യും? ഒരു തൊഴി വെച്ച് തന്നാൽ എങ്ങനെ ഇരിക്കും അറിയാം? അറിയാം, ഉളുക്കും. എന്നെയും കുഴപ്പമില്ല, എന്റെ പദം വരും. തേങ്ങാ വിറ്റ് കിട്ടുന്ന കാശ് മുഴുവൻ ഈ മേളിലോട്ട് കെട്ടിപ്പൊക്കുന്ന എന്തിനാ? താഴെയോ ആളില്ല. എന്റെ അമ്മാവാ, സീസണായി. ഇക്കൊല്ലെങ്കിലും കുറച്ച് മദാമുമാരെ സായിപ്പുമാരെ നമ്മുടെ ഹോട്ടലിൽ വിളിച്ചു കയറ്റി കൊന്ന് കൈ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതം ഇക്കാലത്തെ ധർണ പോലാകും. ഒരെത്തും പിടിയും കിട്ടിയാൽ അത് എന്റെ പോവും. എന്റെ മുമ്പോട്ടുള്ള ജീവിതം എനിക്കൊരു പ്രശ്നമല്ലടാ. അതറിയാം, ചീട്ട് കീറാനുള്ള സമയമായല്ലോ. എന്തുവാടാ പറഞ്ഞത്? അവനൊന്നും പറഞ്ഞില്ല, ഞാൻ കേട്ടടാ. കേൾക്കാനല്ല ഞാൻ പറഞ്ഞത്. വയറ് കായുമ്പോ നീ ഇങ്ങ് വരും, നിന്നെ ഞാൻ ഇന്ന് ഊട്ടിയേക്കാവടാ. വാകീറിയ ദൈവം അതിനുള്ള വഴിയും കാണിച്ചു തരും. ഇനി എങ്ങനെ കാണിച്ചു തന്നില്ലെങ്കിൽ ഞാൻ വരാം ജപ്പാൻ ദൈവത്തിന്റെ അടുത്ത് ഞണ്ണാൻ. നിന്നോടാ ഞാൻ പറഞ്ഞത്, അല്ലതും കഴിച്ചു പോകാം. ഞങ്ങൾ പുറത്തുനിന്നും കഴിച്ചോളാം. 9:30 മിനിറ്റ്സ് കാണാനുള്ളതാ. പുറത്തുനിന്നും കഴിക്കാം അല്ലേ? ചീഫ് മിനിസ്റ്റർ വിളിക്കുകയാണെങ്കിൽ ഞാൻ പുറപ്പെട്ടുണ്ട്. സെക്രട്ടറി വെച്ച് കാണാന്ന് പറഞ്ഞേക്കോ. റൈറ്റ്. 7th ജനറൽ ബോഡിയുടെ മിനിറ്റ്സ് അപ്രൂവലിന് ശേഷം മാത്രം. എന്താടാ അസൂയ തോന്നുന്നുണ്ടോ അവന്റെ പോക്ക് കണ്ടിട്ട്? അവന്റെ പോക്കല്ല, ആ പുറകെ പോണവരുടെ പോക്കാ. ഇന്ന് അവരുടെ 200-250 രൂപ പോക്കാ. അവൻ ഒരു MLA ആവും. സ്വാമിക്കൊഴുന്തേ, ഈ പോലീസ് ഉദ്യോഗമൊന്നും നിനക്ക് പറഞ്ഞിട്ടുള്ളതല്ല. 5 കൊല്ലം NCCയിൽ ആഞ്ഞ് ചവിട്ടിയത് എന്റെ ദേവേട്ട. ഐ വാസ് എ സീനിയർ അണ്ടർ ഓഫീസർ. യു നോ ദാറ്റ് മാൻ. അന്നേ എന്റെ ഉദ്ദേശം അധികാരത്തിന്റെ കാക്കിത്തൊപ്പി. സബ് ഇൻസ്പെക്ടർ രാമസ്വാമി. ജീപ്പിന്റെ മുമ്പിൽ ഇടതുകാൽ വെളിയിലിട്ടുള്ള ഇരിപ്പ്. ജനം സബ് ഇൻസ്പെക്ടർ രാമസ്വാമിയെ കണ്ട് പേടിച്ചൊഴിഞ്ഞു മാറുന്നു. ഫാന്റാസ്റ്റിക്. അതിന് നിന്റെ ഈ സാവധാനം വിശ്രാമൊന്നും വേണ്ട. അടിനാവിക്ക് തൊഴിക്കാൻ അറിയണം. ആ പട്ടി ചേർത്ത് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാൻ അറിയണം. മിനിമം ഒരു മീശയെങ്കിലും പിഴാൻ അറിയണം. നമ്മുടെ ഹെഡ് ഗോവിന്ദൻ പറയുന്ന മാതിരി ഇടിക്കുമ്പോ ഉടനെ പാടി വീഴാൻ പാടില്ല. ലാപ്പറം നോക്കി രണ്ടും പൊട്ട. എന്റെ അമ്മയുടെ സാരി അത്. വേണിയമ്മാളും എത്തിക്കഴിഞ്ഞാൽ എന്ത് നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഈ സാരി ഉടുപ്പിച്ച് ഞാൻ അവളെ ശകനം നിർത്തും. ഞങ്ങളുടെ ഐശ്വര്യ ഈ സാരിയെ ദേവട്ട. നിന്റെ അമ്മാളിങ് എത്തിയില്ലല്ലോ. ഇപ്പൊ ഞാനും അത് തന്നെ ആലോചിക്കായിരുന്നു. ഹോസ്റ്റൽ അടച്ചിട്ട് 4-5 ദിവസമായി. അവള് കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല സർക്കിളിലുള്ള സകല ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി. ഇന്ന് എത്തും എന്തായാലും. നീ എന്നെ ഒന്ന് വൃത്തിയായിട്ട് പരിചയപ്പെടുത്തേക്കണം. പിന്നെ ഞാനൊരു പാവം നോൺ വെജിറ്റേറിയൻ ആണെന്നും രുക്മിണി എന്ന ഭാര്യയെ നഷ്ടപ്പെട്ടവരാണെന്നും രാത്രിയിൽ ഉറക്കം വരാൻ വേണ്ടി 1-2 സ്മാൾ അടിക്കുന്നവനാണെന്നും ഓക്കെ ഇതിനെല്ലാം ഉപരി ഒരു പേയിങ് ഗസ്റ്റ് ആണെന്നും ഓസല്ലാന്ന് അവളെ ധരിപ്പിച്ചിരിക്കണം. അത് വേണോ? അത് നമ്മൾ തമ്മിൽ മാത്രം അറിഞ്ഞാ പോരെ? പോരാ. ഒരണ്ണൻ എന്ന നിലയിൽ എന്റെ വെയിറ്റ് കുറയണ്ടെന്ന് കരുതിയ. അണ്ണൻ ഇച്ചിരി വെയിറ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല. ദേവൻ നായർ സിംഗപ്പൂർ ഇത്തിരി വെയിറ്റ് ഇട്ട് തന്നെ അമ്മാള് കാണണം. നോക്കിക്കോ, 2 ഡേയ്സിനുള്ളിൽ അവള് ദേവേട്ടനൊരു കക്ഷിയായി മാറും. വേണി കൃഷ്ണമൂർത്തി, BSc ഹോം സയൻസ്. ഗ്ലാസ് ടോസ്റ്റ് സമ്മതിക്കാം, പെരിസ്റ്റോയ്ക്ക് സമ്മതിക്കാൻ പറ്റില്ല. നമുക്ക് ഓട്ടോയിൽ പോകാം. ആട്ടോയോ? എന്താ കാണത്തെന്തെങ്കിലും പോകണമെന്ന് വിചാരിച്ചോ? ആട്ടോയിലെങ്കിൽ ആട്ടി പോകുമ്പോഴത്തേക്ക് മിനിസ്റ്റർ ഊട്ടിയിലെത്തിയിരിക്കും. ഹിരോഷ നേതാവ് എങ്ങോട്ടാ രാവിലെ പരിവാരങ്ങളുമായിട്ട്? ഗോൾ അടിച്ചല്ലോ. മന്ത്രിയെ കാണുമ്പോ എന്റെ കാര്യം കൂടെ ഒന്ന് മുഴങ്ങിയേക്കണേ. ഇപ്പൊ തന്നെ ലേറ്റായി. അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. നിന്നെ ആരെങ്കിലും കൈകാര്യം ചെയ്യും? അസംബ്ലിയിൽ ആന കയറിയത് പോലെ ആയി പോകും നിന്റെ ജീവിതം. ഹായ് ഹായ് ഫിഫി ഡാർലിംഗ്. ഹായ് സുധു ഡാർലിംഗ്. നാളെ ഫിഫിയുടെ ബർത്ത്ഡേ ആണ്. നീ വൈകിട്ട് വീട്ടിലെത്തണം. ബേക്കറി സാധനങ്ങളോ ചിക്കൻ പോർക്കലൈനോ ഡാർലിംഗ്? മെനു പറഞ്ഞാലേ വരത്തുള്ളൂ ഡാർലിംഗ്. ഒരു ആകാംക്ഷ ഉണ്ട് ചോദിച്ചതാ. എടാ നീ ഫ്രെഡിയെ കണ്ടോ? ജെട്ടിയും ബെന്നിയും വിട്ട് അവായ പലകയുടെ താഴെ ഇരിപ്പുണ്ട് ഫ്രെഡി ഡാർലിംഗ്. ഞാൻ വൈകിട്ട് വീട്ടിലോട്ട് വരും. ഞങ്ങൾ അവിടെ കാണത്തില്ല. അയ്യോ കാണണമെന്നില്ല. ഞാൻ ഡാഡി പട്ടാളത്തിന് വളച്ച് 2 സ്മോൾ അടിച്ച് തിരിച്ചങ്ങ് വീട്ടിൽ പൊക്കോളാം. ഓക്കെ വരേ. റെഡി? ചെറിയ ഞാനോടാ ലൈഫ് കാർഡ്. ശരിക്കും അത് തന്നെ അറ്റിറ്റോ. ഇവിടെ ഇങ്ങനെ വായ നോക്കി നിൽക്കണം. പിന്നെ നാളെ രാവിലെ വീട്ടിലെത്തണം ഇവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ. ഞാനില്ല. അതെന്താ ഞാനില്ലാത്തത്? ഈ കടപ്പുറം വിട്ട് റോഡിലേക്ക് ഇറങ്ങാൻ ഒരു നല്ല ഷർട്ട് ഇല്ല. പിന്നല്ലേ നിങ്ങളുടെ ആഷ് പുഷ് പാർട്ടിക്ക് വരുന്നത്? നിന്റെ വളിച്ച കോംപ്ലക്സ് വേണം.
സഹിക്കാൻ വയ്യാതായിട്ടുണ്ട് ലൈഫ് കോടെ. സത്യം എങ്ങനെ കോംപ്ലക്സ് ആകുന്നത്? നിങ്ങൾക്കൊന്നും ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയില്ല. ഓടിച്ചടക്കാൻ മോട്ടോർ സൈക്കിള്, മാറി മാറി ഇടാൻ നല്ല ഡ്രസ്സുകള്, ഡൈനിങ് ടേബിൾ നിങ്ങളെ കാത്തിരിക്കുന്ന നല്ല ഷാപ്പാട്, ജീവനാംശം കിട്ടിയ മമ്മി ഡാഡി ജാട. എന്താ 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 അവിടെ ഒരു പ്രശ്നം? ഒരു പ്രശ്നമില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം കാണും. ഈ ലോകത്തിലൊരു പ്രശ്നമുണ്ട്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു പ്രശ്നം. ഞാൻ പോട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്, മുറ്റത്തെ കിണറിന് അടപ്പില്ല. മുറ്റത്തെ കിണറിന് അടപ്പില്ല, അത്ര തന്നെ. ഒന്ന് പോവാ. നാളെ വീട്ടിൽ വരണം. നാളെ എന്താ അവിടെ പ്രത്യേക വല്ല പ്രശ്നമുണ്ടോ? ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു പ്രശ്നം. അതിന് നീയാട് വരണ്ട. അത് പടക്കം നമ്മൾ ഏൽപ്പിച്ചിരിക്കുക. നീ ഇതാ ഇവറ്റകൾ ഉപ്പുവെള്ളം കുടിക്കാതെ സൂക്ഷിച്ചോണം. എന്നെ കൊണ്ടാവില്ലാന്ന് എനിക്കറിയാം. പിന്നെ നേരത്തെ ഉപ്പ് തിന്നുവാനാണെങ്കിൽ വെള്ളം കുടിച്ചിരിക്കും. അള്ളാ അള്ളാ അള്ളാ. ഗുഡ് നൈറ്റും ബൈ ബൈ. ഹലോ മാഡം, ജസ്റ്റ് എ മൊമെന്റ്. അങ്ങനെ അങ്ങ് പോയാലോ? ഐ ആം മേജർ ഫ്രാൻസിസ്, പരേതനായ മുടന്തം പട്ടാളക്കാരൻ. സപ്പോസ് ടു ബി യുവർ ഹസ്ബൻഡ്. പരിചയപ്പെടുത്താൻ നീട്ടണമെന്നില്ല. എന്തോ എങ്ങനെ ഇരുന്നു ഈവനിങ് ഗെറ്റ് ടുഗദർ? വല്ലാതെ വേർതിരിക്കുന്നല്ലോ. ഡാൻസ് ചെയ്തതാണ്. തോളോട് തോളൊരുമ്മി, മെയ്യോട് മെയ്യൊരുമ്മി. കൂടെ ഡാൻസ് ചെയ്തവൻ കൈവെള്ള ചൊറിഞ്ഞോ? ചൊറിഞ്ഞെങ്കിൽ പറ, ബാക്കി ഞാൻ പറഞ്ഞുതരാം. ചീപ്പോ എന്താ നീ പറഞ്ഞത്? രാത്രി മുഴുവൻ പാർട്ടി എന്ന് പറഞ്ഞ കണ്ടവരോടെ കറങ്ങി നടന്നിട്ട് വെള്ളക്കൊടി കാണിച്ചാൽ വെടിവെക്കാൻ പാടില്ല. എനിക്കറിയാമടാ, പട്ടാളക്കാരനായ എന്നെ നിന്നെ പോലെ ഡൂക്കിലെ സിവിലെ എത്തിക്സ് പഠിപ്പിക്കണ്ട. എന്നെ വെള്ളക്കൊടി കാണിച്ചിട്ട് നീയൊക്കെ എന്നെ വെടിവെച്ചോണ്ടിരിക്കല്ലോടാ. മരിച്ചവനെ വെടിവെച്ചിട്ട് എന്താ കാര്യം? ഉണ്ട കളയാവുന്നല്ലാതെ അല്ലേ മോളെ? ആകാം ആകാം. ആ വരട്ടെ വരട്ടെ. നിനക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടോ? എന്തോന്ന് സ്റ്റോൺ? മൂത്രത്തിൽ കല്ലുണ്ടോന്ന് ഞാൻ അരിച്ചു നോക്കിയിട്ടില്ല. അല്ല പിന്നെ എന്നെ കൊണ്ട് പറ്റൂല. അടുക്കളയിലൂടെ ഒറ്റക്കാണ്. അണ്ണാ, നമുക്കിവിടെ ഒരു സർവന്റ് നിർത്തണം. എനിക്ക് രസം ഉണ്ടാക്കാനേ അറിയൂ. മതി, ഓരോന്നോരോന്നായിട്ട് പഠിക്കണം. ഞാൻ ട്രെയിനിങ്ങിന് പോകുമ്പോ നിന്നെ മധുരയിലെ സീതമാമിയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും വേണിയമ്മാൾ ഒരു രസൽ അമ്മിയാര് കുക്കായിട്ട് മാറിയിരിക്കണം. വേണിയുടെ ഇഡ്ഡലി സാമ്പാർ, തൈര് വട, രസവട, പൊരിയൽ, പൂരി മസാല, വെങ്കായ ഉത്തപ്പം, തൈര് ശർ. ഇത്രയും ആയാൽ ഞാൻ ഈ മാംസപീഡനം, അതായത് നോൺ, അങ്ങനെ നിർത്തിയേക്കാം. അയ്യടാ, ഇവിടെ പോറ്റി ഹോട്ടൽ തുടങ്ങാൻ പോണോ സാറന്മാര്? നിന്നെ എനിക്ക് കെട്ടിച്ചു വിടണം. അതിനു മുമ്പ് ഒരു നല്ല അമ്മാളാക്കി എടുക്കണമല്ലോ. അന്ത കാഞ്ചീപുരം ചേല ചുറ്റി. അറിയാവുന്ന പാട്ടുകളും പറഞ്ഞു. ഒരയ്യേ സ്വാമി ഞാൻ നോട്ടമിട്ടിട്ടുണ്ട്. അയ്യേ സ്വാമി. കല്യാണ സമയൽ സാദം, കായ്കറികളും പ്രമാദം, അന്ത കൗരവർ പ്രസാദം, ഇതുവേ നമുക്ക് ബോധം. വല്ലഭൻ വല്ലഭായി. അത്ര കടുപ്പിക്കാതെ. വല്ലവന്റെയും ഭായി എന്നാണ് സർ. ഞങ്ങളുടെ രണ്ടുപേരുടെ അമ്മ ഒന്നാണെങ്കിലും അച്ഛൻ ഒന്നാണ്. ആ ഒറ്റ കാരണം കൊണ്ട് ഇയാളെന്റെ ഭായി അല്ല. ജപ്പാനിൽ ഈ വിഷയം തൊട്ടാൻ അനുവദിക്കരുത്, വധമാണ്. ഏത് കസേരയിലും കയറി അങ്ങ് ഞെളി. അങ്ങനെ ഒരു അസുഖമുണ്ട് സർ. ഒരു സ്മാൾ കഴിക്കാൻ. ജപ്പാനിലെ ദേവേട്ടന് സ്മോളോ ലാർജോ? ഒരു സ്മാൾ. അല്ല, ഇതൊന്നും ഇവിടെ വിളമ്പാനുള്ളതല്ല. ഇതൊക്കെ പാക്കാക്കി കൊണ്ടുപോകാം. ഞങ്ങൾ സൗകര്യം പോലെ ചെയ്തോളാം. സമയമാകുമ്പോ വിളിക്കും. ആ പലഹാരത്തിന്റെ ഉദ്ഘാടനം എപ്പോഴാണ്? സ്ഥലം കലക്കി. അല്ല, നിങ്ങൾ വിളിച്ചിട്ടല്ലേ ഞാൻ വന്ന്. ഞാൻ എനിക്ക് തോന്നുമ്പോ വരും പോവും. ആ, ഇങ്ങനെ ഒന്നും ഇവിടെ നടക്കുന്നുണ്ടല്ലേ? ഇതെന്താ മരുഭൂമിയാ ലൈലാമജി കളിക്കാൻ? വല്ല ബസ് സ്റ്റാൻഡിലോ റോട്ടിലോ പോയിട്ട് പോരത് ആളെ കൊണ്ട് പറയിപ്പിക്കാൻ. നിങ്ങളൊപ്പം വെയിറ്റ് ചെയ്യൂ.
അത് തിരക്കില്ല. ഒരു സ്ഥലത്ത് നിന്ന് വേഗം പോയിക്കോളാൻ, ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് വെയിറ്റ് ചെയ്യാൻ, രണ്ടും കൂടി ഒരാൾക്ക് പറ്റൂല. പറ്റുന്നോലും പറ്റുന്നത് നടത്തിക്കോളി. പൊട്ടിപ്പോയി. എടി ഞാൻ ആരാന്നാ നീ വിചാരിച്ചേ? നോക്കി, ഇതെല്ലാം എനിക്ക് വന്ന ലവ് ലെറ്റേഴ്സാ. നിനക്കെന്തിനാ എന്റെ ലവ് ലെറ്റേഴ്സ്? വെറുതെ ഒന്ന് കാണാൻ. ഇത് രണ്ടും ഒരേ തേച്ചതാണല്ലോ. ഒരാള് തന്നെ എഴുതിയ പിന്നെ ഒരു പോലല്ലേ ഇരിക്കൂ. ആരാണ്? ബാഗിന് വെട്ടാനുള്ള ഒരടവാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡിൻ 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 ഓരോന്നായിട്ട് കൊടുക്കും. അയ്യോ, സാഗിനെ ഇതുവരെ കണ്ടില്ലല്ലോ. ഒന്ന് രണ്ടെണ്ണം കൈ വെച്ചോ. വേണ്ട, ആവശ്യമുള്ളപ്പോ പറഞ്ഞാ മതി. നല്ല മണി മണി പോലെ എഴുതരാം. അപ്പോ സ്വാമിക്ക് നോൺ വെജിറ്റേറിയൻ എതിർപ്പൊന്നുമില്ലല്ലോ. അച്ഛനും അമ്മയും ബ്രാഹ്മണരായിരുന്നെങ്കിലും ഞങ്ങളെ വളർത്തിയത് സ്നേഹനിധിയായ നോൺ വെജിറ്റേറിയൻ അല്ലേ ആന്റി. ദേവിയുടെ കുക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? രസം വെച്ച് കളിക്കുക അവള്. ആന്റിയുടെ നേതൃത്വത്തില് നമുക്ക് അവിടെ നിന്ന് ശരിയാക്കി എടുക്കണ്ടേ? ഓ ഓ ദാ വന്താച്ചി. ഹാപ്പി ബർത്ത്ഡേ. Okay, check a nice man. Nice, Andy. Oh, thank you. I see, darling. Cut the cake. ഹാപ്പി ബർത്ത്ഡേ പിപ്പി. ഞാൻ ഈ കേക്ക് മുറിക്കത്തില്ല. എന്ത് പറ്റി ഫിഫി? അച്ഛനോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഫിലോമിന ഫ്രാൻസിസ് എന്നെ എഴുതണോന്ന്. ദേവന്മാര് മറ്റേ വർത്താനം പറയരുത്. 50 രൂപയ്ക്ക് എത്രയൊക്കെ പറ്റത്തുള്ളൂ. അയ്യോ, ഭയങ്കര നീളമാ ഫിലോമിന ഫ്രാൻസിസ്. അതിന് വലിയ കേക്ക് വേണ്ടി വരും ഡാർലിംഗ്. എന്നാ തന്നെത്താൻ തിന്നണ്ടാ മതി ഡാർലിംഗ്. ഓക്കെ. 50 രൂപയെ കൊടുത്തുള്ളൂ. 350 രൂപയുടെ കുപ്പി വാങ്ങി നിർത്തിയിട്ടുണ്ടല്ലോ. ഞാൻ മുറിക്കത്തില്ല മുറിക്കത്തില്ല മുറിക്കത്തില്ല. പോലെ അയ്യോ, റീത്ത എന്തിയടാ? ആയോ? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ പോയത്? അല്ല, അവൾ ഇരോഷന്റെ കൂടെ ഞാൻ ഒറ്റയ്ക്കും. അമ്മ അങ്ങനല്ലേ പറഞ്ഞയച്ചത്? തൊലി പൊളിയും കണ്ടോണ്ട് നിന്ന ഞാനൊരു 10 രൂപ ഡെയിലി വേജസ്കാരൻ. അവര് പിള്ളസാന്റെ മോൻ ഹിറോഷൻ നേതാവിന്റെ കാമുകി. അമ്മയല്ലേ ഇല്ല സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. എവിടെ വരെ പോകും നമുക്ക് കണ്ടറിയാം. നാട് ആ തെങ്ങിന്റെ മൂട്ടി ഇരിപ്പുണ്ട് രണ്ടുപേരും കൂടെ. അവൾക്ക് എന്ത് പറ്റിയാലും ഞാൻ സഹിച്ചു. ഇയാൾ ഇയാളുടെ കാര്യം നോക്കിയാ മതി. നാടോടുമ്പോ നടുവേ ഓടണം. അത് മഹാമണ്ടത്തരാണ്. അത് പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലി. ഇന്നങ്ങനെ ഓടിയാലേ ട്രാഫിക്കിൽ എത്തുമ്പോ അവിടുന്ന് ഓട്ടോറിക്ഷ, ഇവിടുന്ന് മിൽമ വണ്ടി, ബാക്കിൽ നിന്ന് മത്തിലോറി എല്ലാം കൂടി കയറി കഴിയുമ്പോ ക്ലീൻ ചതഞ്ഞരഞ്ഞ് മരിച്ചിരിക്കും. നിങ്ങൾ അതും ഇതും പറയാതെ ഇപ്പൊ ഈ ഹോട്ടലിന് എന്ത് പരിഷ്കാരം ചെയ്യാൻ പറ്റുമോ അത് പറ. അമ്മാവാ, ഇവിടെ വരുന്ന സായിപ്പന്മാർക്ക് നമ്മുടെ നാടൻ സാധനങ്ങളായ ഇടിയപ്പം, മുട്ടക്കറി, മുട്ട കടല, കപ്പ മീൻകറി, കഞ്ഞിയും പുഴുക്കും അത് പ്ലേറ്റിൽ കൊടുക്കരുത്, ഇലയിൽ കൊടുക്കണം. പച്ച ചേമ്പലയിൽ കൊടുക്കണം, വാട്ടിയ വാഴയിലേക്ക് കൊടുക്കണം. പച്ച ചേമ്പലയിൽ കൊടുക്കണം, വാട്ടിയ വാഴയിലേക്ക് കൊടുക്കണം. എന്നിട്ടൊരു പാളത്തൊപ്പിയും തൂമ്പയും കൂടെ സായിപ്പന്മാരുടെ കൈ കൊടുത്താ സായിപ്പ് മദാമയും കൂടി ഇവിടുത്തെ മിച്ചഭൂമി മുഴുവൻ കിളച്ചിട്ടേച്ച് അവർ അടുത്ത പ്ലെയിനിൽ കയറി അങ്ങ് പോകും. ഒന്ന് പോണം ബ്രദർ. അമ്മാവാ, ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇഷ്ടം ഗോവൻ ഭക്ഷണമാണ്. ഗോവൻ ദഹിവാല, ഗോവൻ ഗർച്ച പുഡിംഗ്, ചിറാപ്പുഞ്ചി ഫിഷ് മോളി. ഒരസൽ ഗോവൻ കുക്കിനെ എനിക്കറിയാം, മിസ്റ്റർ ഫെലിക്സ് സ്റ്റാനിസ്ലാവസ് ലാബ്രഡോർ. അവന്മാർക്ക് എന്ത് കൊടുക്കണമടാ? അവന്മാരല്ല അമ്മാവാ, ഒരാളാ. സമ്മതിച്ചോ? ഓഹോ, സമ്മതിച്ചോ? അമ്മാവിനെ സമ്മതിച്ചാൽ ഈ ഹോട്ടൽ പ്രസ്ഥാനമായുള്ള സകല ബന്ധങ്ങളും ഒരുപെടുത്തി ഞാൻ എങ്ങോട്ടെങ്കിലും പോകും. വേണ്ട ബ്രദർ, അങ്ങോട്ട് മാറിയിരുന്ന് 10 കുഴിയും കുഴിച്ച് ചേമ്പലയും വാഴയിലയും ഇട്ട് അതി കഞ്ഞിയും പുഴുക്കും കോരി ഒഴിച്ച് കുഴിയുടെ അരുവി ഇരുന്നു സായപ്പന്മാര് വന്ന് കോരി കുടിച്ചേച്ച് കാണിക്കേട്ടേച്ച് പോവും. ബിസിനസ് ഐഡിയ. എന്റെ മോൾ റീത്ത എവിടെ ഉണ്ടോ? റീത്ത എവിടെ ഇരിക്കുന്നത്? ജഗതുപിള്ളയുടെ മകൻ ഹിരോഷനുമായിട്ടാ അവള് പോയത്. എന്റെ മോന്റെ കൂടെ ഒന്നുമല്ല, അവന്റെ പുറകെ പോയി കാണും. എന്റെ മോക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. അവൻ വന്ന് എന്റെ കാല് പിടിച്ചിട്ടാ ഞാൻ കൂടെ അയച്ചത്. ആരെങ്കിലും വന്ന് നിങ്ങളുടെ കാല് പിടിച്ചാൽ മകൾ അവന്റെ കൂടെ വിടുവോ? അനാവശ്യം പറയേ. എന്താ അമ്മായി ഇത്? അമ്മായി അകത്തോട്ട് പോയേ. ടീച്ചർക്ക് എന്താ വേണ്ടത്? എന്താ അമ്മയുടെ പ്രശ്നം? റീത്ത എവിടെ? ഇപ്പൊ പോയില്ലേ? നീ അങ്ങോട്ട് വന്നേരെ. നീ എവിടെ പോയിരുന്നടാ? സെക്രട്ടറി റീത്ത് സമർപ്പിക്കാൻ. അപ്പോളേ സംഗതി അങ്കിൾ,
എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത്? ആ മോളെ, താൻ എന്നെ അങ്കിളെന്ന് വിളിക്കുമ്പോ ഒരു 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 വല്ലാത്ത അകൽച്ച പോലെ. എന്നാ അണ്ണൻ വിളിക്കുന്ന പോലെ ദേവേട്ടാന്ന് വിളിക്കാം. ആ എനിക്കും അതാ ഇഷ്ടം. അമ്മാളെ, എന്റെ രുക്മിണി എന്നെ വിളിച്ചിരുന്നത് അങ്ങനെ. ഈ പാപനാശിനി കടലമ്മയുടെ മടിയിൽ കിടന്നുറങ്ങുന്ന എന്റെ രുക്മിണി എല്ലാ ഉദയങ്ങളിലും ദേവേട്ട എന്ന് വിളിച്ചാണ് എന്നെ ഉണർത്താറുള്ളത്. എന്നും രാത്രി ഞാൻ അവളോട് സംസാരിക്കും. അമ്മാള് വന്ന കാര്യമൊക്കെ അറിഞ്ഞിരിക്കുന്നു. അമ്മയുടെ നാമജപം കേൾക്കാനാ സിംഗപ്പൂരിൽ നിന്നെല്ലാം വലിച്ചെറിഞ്ഞ് ചെങ്ങന്നൂരുള്ള വീട്ടിലെത്തിയത്. കിണറ്റ് വെള്ളത്തിൽ കുളിച്ച് രാസനാദിപ്പൊടിയും തലയെ തിരുമ്മി നാട് കാണാൻ ഇറങ്ങിയപ്പോ ശകുനം വന്ന പെൺകുട്ടി. ചേട്ടിത്തുണി കൊണ്ടുള്ള പാവാടയും ബ്ലൗസും, വെട്ടുകല്ല് പാകി അവരുടെ വീട്ടുമുറ്റത്ത് വെടിച്ചു കയറിയ നാലുകെട്ടിനെ സാക്ഷി നിർത്തി കശവു സാരി ഉടുപ്പിച്ച് ഞാൻ അവളെ എന്നെ രുക്മിണിയാക്കി. എന്റെ അമ്മാളെ, 8-10 ദിവസം ഈ ബന്ധുവീട്ടിലെ സൽക്കാരം ഉണ്ടല്ലോ, അറിഞ്ഞോളും. ഈ അടപ്രഥമനും ശർക്കര പായസവും ചക്കപ്പായസവും കുടിച്ചു മടുത്തപ്പോ അല്പ പരിഷ്കാര പായസം കുടിക്കാൻ ഞാനും രുക്മിണിയും കൂടെ എത്തിയതാ ഈ കടപ്പുറത്ത്. ഫോട്ടോ എടുപ്പും കടലിലെ കുളിയും ചില്ലറ ബിയറടിയും അതിലവളുടെ പിണക്കവും, അങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് കളിച്ചും ചിരിച്ചും കുളിച്ചും അവളങ്ങ് പോയി. പാപനാശിനി അമ്മ അവളെ അങ്ങ് കൊണ്ടുപോയി. ശരീരം പോലും കിട്ടില്ല. അതുകൊണ്ട് അവള് മരിച്ചിട്ടില്ല എന്ന് കരുതി ഞാൻ ഇവിടെ അങ്ങ് കഴിയുക. ഇതാ എനിക്ക് പിടിക്കാത്തത്. അമ്മാളെ, നഷ്ടപ്പെട്ട ഒന്നും കരഞ്ഞാ തിരിച്ചു കിട്ടത്തില്ല. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കരുതി ജീവിതം ജീവിച്ചെങ്കിലും തീർക്കുക, അത്രേ ഉള്ളൂ. താൻ ചെല്ലേ, ഞാൻ കുറച്ചു നേരം കൂടെ അവളോട് സംസാരിക്കട്ടെ. मम पिताः मम पिताः कृष्णमूर्ति नामः कृष्णमूर्ति नामः श्राद्धः श्राद्धः मम माताः मम माताः शारदाम्बाൾ नामः शारदाम्बाൾ नामः श्राद्धः. श्राद्धः. ഇനി അച്ഛനെയും അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ പിണ്ണച്ചോറ് അങ്ങോട്ട് കൊണ്ടുവച്ചാട്ടെ. അപ്പ അമ്മ, മോക്ക് നല്ല ഉടുപ്പ്, അണ്ണന് നല്ല ഉടുപ്പ്, കഴുത്തില് മാല, കാതില് കമ്മല്, കപ്പലണ്ടി മുട്ടായി എല്ലാം കൊണ്ടുവരാൻ ദൈവത്തിന്റെ അടുത്ത് പോയിരിക്കുക. നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. ഇതാ നമ്മുടെ വീട്. കരയില്ലേ? അപ്പാവും അമ്മാവും നേരെ ഇങ്ങോട്ടാ വരിക. മോള് കരയില്ലേ? എന്താ മോളെ? அந்த காஞ்சிபுரம் சேல சுற்றி ഉറങ്ങ. ഫിലിക്സ് സ്റ്റാനിസ്ലാവോസ് ലാബ്രഡോർ ബൈ फ्रॉम गोवा, परंतु एक मलयाली आखी नारी है. എന്താ സംശയം തോന്നുന്നുണ്ടോ ആകെ നാരി? ഇല്ലാതില്ല ആകെ നാരി.
ഐ എം സബ് ഇൻസ്പെക്ടർ രാമസ്വാമി. ഈ ടെലഗ്രാം കിട്ടിയിട്ട് വന്നതാ. സീരിയസ്, സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. കർക്കിടക ടൂറിസ്റ്റ് ഹോം, ഇന്റർവ്യൂ, ഗോവൻ കുക്ക്, സ്വതന്ത്രൻ. അതേന്നേ ഇങ്ങോട്ട് മാറിയടാ, ഇതങ്ങനെ. ഇങ്ങോട്ട് മാറിയിക്കാൻ. താൻ ഗോവയിലായിരുന്നോ? ഗോവയിലെവിടെ? ഗോവ സെൻട്രൽ. ഗോവ സെൻട്രോ? ഏമനെ ഇത് ഗോവ, ഇത് ഡാമൻ ഡ്യൂ. ഗോവയ്ക്കും ഡാമൻ ഡ്യൂക്ക് ഇടയ്ക്ക് നടുക്ക് സെന്റർ. സത്യം പറയടാ, എന്താ എന്റെ ജോലി? ദേഹണ്ണം. എന്തോന്നാ? ദേഹണ്ണം ഈ കല്യാണത്തിന് ചാപ്പാടുണ്ടാക്കണ ഏർപ്പാടുണ്ട്. സ്വതന്ത്രം നിനക്ക് എങ്ങനെ അറിയാം? അവന്റെ ആൾക്കാരെല്ലാം ജപ്പാനിലായിരുന്നപ്പോ അവൻ എന്റെ കൂടെയായിരുന്നു. ദേഹണ്ണം ശുപാർശക്കാര് കൂടെ ഉള്ളപ്പോ പോരാടാ നിന്റെ ഈ കുണുക്കൊക്കെ. അല്ലാത്തപ്പോ നേരെ ജോലി നടന്നു പോയാ പോരെ. എന്തായി എന്റെ കാര്യം? നിന്റെ കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ് കമ്മിറ്റി അർജന്റ് ആയിരുന്നു. നീ എന്റെ കാര്യം പണയൊന്നും വേണ്ട. ഹോം മിനിസ്റ്റർ ഓഫീസിൽ ചെന്ന് സബ് ഇൻസ്പെക്ടർ സെലക്ഷൻ കിട്ടിയവരെ എപ്പോഴാ ട്രെയിനിങ്ങിന് വിളിക്കാന്നൊന്ന് അറിഞ്ഞു മാത്രം തന്നാ മതി. അല്ലാതെ സാറ് ശുപാർശ ചെയ്തെന്നെ സബ് ഇൻസ്പെക്ടർ ഒന്നാക്കണ്ട. സംസാരിക്കാൻ നേരമല്ല, എനിക്ക് ചീഫ് മിനിസ്റ്റർ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. എടാ അതിനു മുമ്പ് ഈ അപ്പോയിന്റ്മെന്റ് പിള്ളസാനെ ഒന്ന് പരിചയപ്പെടുത്തിട്ട് പോകും. ടൈമില്ല സുഹൃത്തെ. നിങ്ങൾ നേരെ പോയാൽ മതി. ഹിരോഷിനെ കണ്ടിരുന്നു പറഞ്ഞേക്കൂ. ആ കാക്കി യൂണിഫോമിന്റെ കയ്യിലൊന്ന് കിട്ടിക്കോട്ടെ, നിന്റെ കുണുക്ക ഞാൻ നിർത്തി തരാം. അല്ല, ആ പോയതൊരു ചുറ്റുകളിയാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. ഞാൻ ജന്മനാ ഒരു ചുറ്റുകളിയാ. പരന്തു നീ ഒരു ചുറ്റുകളിയാണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. എന്റെ രാമു, അത് ഞാനൊരു റിഹേഴ്സൽ നടത്തി നോക്കിയല്ലോ. അപ്പൊ നന്നാവും. അമ്മളെ, ഇതാടോ തന്റെ ഒരു ചേച്ചി. എങ്ങനുണ്ട്? ശരിക്കും ഇതുപോലായിരുന്നു ദേവട്ട? ഇതുപോലെ ആയിരുന്നോന്ന് ചോദിച്ചാൽ അല്ലറ ചില്ലറ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചിത്രകാരനായ ഭർത്താവിന്റെ കയ്യിൽ ചായവും ബ്രഷും കിട്ടിയാൽ ഏത് ഭാര്യയും ഒരു രവിവർമ്മ സുന്ദരിയാവും. എന്നാലും ആകെ മൊത്തം എന്റെ രുക്മിണിയമ്മ ഇതായിരുന്നു. ദേവേട്ട, ആ. എന്റെ അമ്മയുടെ പടം വരച്ചു തരൂ. ഓ പിന്നെന്താ, പഴയ ഫോട്ടോ വല്ലതും കയ്യിലുണ്ടോ? ഇല്ല. അയ്യോ, പിന്നെങ്ങനെയാടോ വരയ്ക്കുന്നേ? അവര് മരിച്ചുപോയി എന്നല്ലാതെ വേറൊന്നും എനിക്കറിയില്ലല്ലോ. ആട്ടെ, തന്റെ അമ്മയുടെ കണ്ണുകൾ തന്റേതുപോലെ വലിയ കണ്ണുകളായിരുന്നു. എനിക്കറിഞ്ഞൂടാ. ആയിരിക്കണോടോ. ഒരമ്മയ്ക്ക് പെൺമക്കൾക്ക് കൊടുക്കാൻ അവരുടെ കണ്ണുകളേ ഉള്ളൂ നല്ലത് ചീത്തയും കണ്ട് മനസ്സിലാക്കാൻ. ഞാൻ വരച്ചുതരാം. ടിറ്റോ, ടിറ്റോ. എന്താ സാജൻ? ടിറ്റോ ഇല്ല ആന്റി? ഇവിടെ ആരുമില്ല. സാജന് ബിയർ വേണോ? വേണ്ട ആന്റി. സാജന്റെ ഹൈറ്റാണ് ശരിക്കും ഒരു പുരുഷന് വേണ്ടത്. എനിക്കിഷ്ടമാണ് പൊക്കമുള്ളവര്. നമ്മൾ തമ്മി എന്ത് വ്യത്യാസം കാണും? അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല ആന്റി. ഒരു ആവറേജ് സ്ത്രീയുടെ ഹൈറ്റ് ഒക്കെ ആന്റിക്കുണ്ട്. ഇല്ല സാജൻ, ഇപ്പൊ നോക്കാലോ. ഗുഡ് മോർണിംഗ് യങ് ഹീറോ. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഞാൻ ടിറ്റോയെ കാണാൻ വന്നതാ. ഇവിടെ ഇപ്പം ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. പരേതനായ ഞാനും നിത്യയൗവനം എന്റെ മിസിയും. ഞാൻ പോട്ടെ അങ്കിൾ. ചില കാര്യങ്ങൾ മറച്ചു പിടിക്കാൻ നീ ശ്രമിച്ചിട്ടുമില്ല, ഞാനൊട്ട് കണ്ടതായി ഭാവിച്ചിട്ടുമില്ല. ഇപ്പോഴും ഞാനൊന്നും കണ്ടിട്ടില്ല. പ്രായപൂർത്തിയായ 2 മക്കളുണ്ട് എനിക്ക്. എനിക്കറിയാം. അറിഞ്ഞതുപോലെ നീ പെരുമാറുന്നില്ല. പെരുമാറുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഞാനൊരു ഭാര്യയല്ല, നിങ്ങളുടെ മക്കൾക്ക് ഞാനൊരു അമ്മയല്ല, രണ്ടാമമ്മ പോലുമല്ല. തെറ്റിയാൻറ്റി ഈ വീട്ടിലെ ശമ്പളം വാങ്ങിക്കാത്തൊരു വേലക്കാരി. ഡാഡിയും മക്കളും ഒന്ന്, എനിക്ക് മാത്രം ആരുമില്ല.
പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് എന്നെ മടുത്തു, ജീവിതം മടുത്തു. എനിക്കും ആഗ്രഹങ്ങളുണ്ട്. ഒരു അമ്മയാകാൻ പോലും നിങ്ങൾ എന്നെ അനുവദിച്ചില്ല. 3 തവണ നിങ്ങൾ ഒന്ന് നിർത്തുന്നുണ്ടോ ഇത്? ഡാഡിക്ക് ബെറ്റി ആന്റി വേണ്ടെന്നുണ്ടെങ്കിൽ ഡൈവോഴ്സ് പറഞ്ഞേക്ക്. ബെറ്റി ആന്റിക്ക് ഇവിടെ നിൽക്കണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് പോ. സൊല്യൂഷൻ ഫോർ ദിസ് സ്റ്റുപ്പിഡിറ്റി. എത്ര നാളായത് വീട്ടിലേക്ക് വന്ന് കേറാൻ പേടിയ. ടു മച്ച്. മോനെ ടിറ്റോ, ഐ എം സോറി. അരെ സോറി യാർ. നോക്ക്, സോറി പറഞ്ഞ പിന്നെ കരയരുത്. ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല. ആരുടെയും തെറ്റല്ല സാജൻ. ബെറ്റി ആന്റിയുടെ തെറ്റല്ല, ഡാഡിയുടെ തെറ്റല്ല, അച്ചായന്റെ തെറ്റല്ല, എന്റെ തെറ്റല്ല, മരിച്ചുപോയ ഞങ്ങളുടെ മമ്മിയുടെ തെറ്റല്ല. ഇതൊന്നുമല്ലാത്ത മറ്റേതോ ഒരു വലിയ തെറ്റ്. ഇനിയും ക്ലൈമാക്സിൽ എത്തിയിട്ടില്ലാത്ത ഒരുപാട് സംഭവങ്ങളുള്ള ഒരു ഹിന്ദി സിനിമയാണ് ഈ വീട്. മമ്മിയെ പരിചരിക്കാൻ എത്തിയ ഒരു മിലിറ്ററി നേഴ്സ്. മമ്മി മരിച്ചു. ഡാഡി ഞങ്ങളെ നോക്കാൻ അവരെ ഏൽപ്പിച്ചു. അതൊരു കാരണം മാത്രമായിരുന്നു. ഡാഡിക്ക് അവരെ ഇഷ്ടമായിരുന്നു. അവരെ കല്യാണം കഴിച്ചു. ആ കഥ ദേ ഇങ്ങനെ നീണ്ടുപോകുന്നു. ലീവ് ഇറ്റ്. വരുന്ന പോലെ വരട്ടെ. ഒരു തരത്തിൽ ഇങ്ങനൊരു വീടായതുകൊണ്ടല്ലേ നമുക്കിങ്ങനെ പരസ്യമായി ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ സാധിക്കുന്നത്. ഐ ലവ് യു. പക്ഷെ നമ്മുടെ വീട് ഇങ്ങനെ ആവരുത് കേട്ടോ. വിളിക്കടാ. കം ഇൻ മിസ്റ്റർ ലാബ്രഡോർ. ആദായിസ്ത പിള്ളസാൻ, ആദായിസ്ത മേഡം പിള്ളസാൻ. എന്റെ ജീവരക്തത്തിൽ എന്നെ മുക്കി ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. ഇതൊരു ഗോവൻ കസ്റ്റമർ. മനസ്സിലായടാ? ആദാ ജീവരക്തം, ഇസ്ത മുക്കി. നിർത്ത്. ജപ്പാനിൽ മുതലാളിയും തൊഴിലാളിയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. മിസ്റ്റർ ലാബ്രഡോൺ ഇരിക്കൂ. അത് ജപ്പാനിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. പരന്തു കിച്ചണിൽ 24 മണിക്കൂർ നിൽക്കുകയാണല്ലോ ഒരു കുക്കിന്റെ ജോലി. ശബാഷ്. ഞാൻ പറഞ്ഞില്ല അമ്മ. നമ്മുടെ നാടൻ സാധനം ഉണ്ടാക്കാൻ അറിയാമോ? അപ്പം, കിഴങ്ങേറി, പുട്ട്, പയറ്, പപ്പടം, കഞ്ഞി, പുഴുക്ക, ഇടിയപ്പം. ഇതൊക്കെ ഏത് പാർട്ടിക്ക് വേണം? ബ്രദർ ഒരു പഴഞ്ചനായിരുന്നു. ലേറ്റസ്റ്റ് ഡെലീഷ്യസ് ഡിഷസ് ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സ്ക്രാമ്പിൾഡ് എഗ്സ് ഇൻ മഷ്റൂം, ഓണിയൻ ലീഫ് ഇൻ ബംഗാൾ ഗ്രാം, ബട്ടർ ഇൻ മലായ് കോഫ്ത. ഗോവൻ ഭാഷയിൽ മലൈ കോഫ്ത ഒരു തെറിയാണ്. ഈ 2 അലവലാദികൾ പറയുന്നത് കേൾക്കണ്ട. ഇതിന്റെ ഉടമസ്ഥൻ ഞാനാണ്, മിസ്റ്റർ ലാബ്രഡോർ. പാചകം തനി ഗോവൻ രീതിയിലായിക്കോട്ടെ. ഗോവയിൽ ഒരു പഴമൊഴിയുണ്ട്. കൃച്ചേ കൃച്ചേ ഓർത്തല്ലേ അന മന തന്ത്രി ചിക്കി മട്ടി ഡി ഗോവ അന മന തന്ത്രി. ബ്യൂട്ടിഫുൾ. എന്തോ മുദ്രാവാക്യോ? യു ആർ അപ്പോയിന്റഡ്. കിച്ചനോസ്തിന, കിച്ചൻ നന്നായിരിക്കട്ടെ. പിള്ളസാനോസ്തിന, പിള്ളസൻ നന്നായിരിക്കട്ടെ. മേഡം പിള്ളസാനോസ്തിന, മാഡം പിള്ളസൻ നന്നായിരിക്കട്ടെ. വല്ലഭായി നന്നായോസ്തിന, വല്ലഭായി നന്നാകാൻ നോക്ക്. കർക്കിടകോസ്തിനാനോ. മൊത്തത്തിൽ കർക്കട ടൂറിസവും നന്നായിരിക്കട്ടെ. അപ്പോയിന്റഡ്.